നമ്പർ 10 ബെർലിൻ എക്സ്പ്രസ് ക്ലാസ് കപ്പലുകൾ അതിന്റെ 11 സഹോദര കപ്പലുകൾക്കൊപ്പം ജർമ്മൻ ഓപ്പറേറ്ററായ ഹാപാഗ് ലോയിഡിന്റെ ഫാർ ഈസ്റ്റിനും വടക്കൻ യൂറോപ്പിനും ഇടയിൽ പ്രവർത്തിക്കുന്ന കപ്പലിന്റെ ഭാഗമാണ്. 2023-ൽ വിതരണം ചെയ്ത ബെർലിൻ എക്സ്പ്രസ് 400 മീറ്റർ 1312 അടി നീളവും 61 മീറ്റർ 200 അടി വീതിയും 23,664 TEU മൊത്തം ശേഷിയുമുള്ളതും 2,29,376 മൊത്തം ടൺ അളക്കുന്നതുമാണ്. ബെർലിൻ എക്സ്പ്രസ് ക്ലാസ് കപ്പലുകൾ ഇരട്ട ഇന്ധന സാങ്കേതികവിദ്യ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിനകം തന്നെ LNGയിൽ ഓടാൻ കഴിയും, പക്ഷേ ഈ മീസൈൻ പോലുള്ള ഇതര ഇന്ധനങ്ങളും ഉപയോഗിക്കാൻ കഴിയും. 75,000 കിലോവാട്ടിൽ കൂടുതൽ ഉൽപ്പാദനമുള്ള ഒരു മാൻ മെയിൻ എഞ്ചിനാണ് ബെർലിൻ എക്സ്പ്രസിന് കരുത്തു പകരുന്നത്. ഇത് 22 നോട്ട് ക്രൂയിസിംഗ് വേഗത അനുവദിക്കുന്നു. നമ്പർ 9 MSC നടത്തുന്ന ഗുൽസുൻ ക്ലാസിൽ മുൻനിര MSC ഗുൽസുനും അതിന്റെ 15 സഹോദര കപ്പലുകളും ഉൾപ്പെടുന്നു. 2019-ൽ വിക്ഷേപിച്ചപ്പോൾ MSC ഗുൽസുൻ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായിരുന്നു. 400 മീറ്റർ 1312 അടി നീളവും 61.5 മീറ്റർ 202 അടി ഭാരവും 2,32,618 മൊത്തം ടണ്ണുമുണ്ടായിരുന്നു. 24 കണ്ടെയ്നർ വീതിയുള്ള ഡെക്ക് ഉള്ള ആദ്യത്തെ കണ്ടെയ്നർ കപ്പലുകളായിരുന്നു ഗുൽസുൻ ക്ലാസ് കപ്പലുകൾ. സാംസങ് ഹെവി ഇൻഡസ്ട്രീസ് നിർമ്മിച്ച 6 ഗുൽസുൻ ക്ലാസ് കപ്പലുകൾക്ക് മുൻനിര ഉൾപ്പെടെ പരമാവധി 23,756 ശേഷിയുണ്ട്. ഡേവോ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് ഡേവോ നിർമ്മിച്ച ശേഷിക്കുന്ന 10 എണ്ണത്തിന് പരമാവധി 23,656 ശേഷിയുണ്ട്. ഈ പട്ടികയിൽ 11-ാം സ്ഥാനത്ത് വരുമായിരുന്നു. നമ്പർ 8 കൊറിയൻ ഓപ്പറേറ്ററായ ഹം മുമ്പ് ഹ്യുണ്ടായി മർച്ചന്റ് മറൈൻ എന്നറിയപ്പെട്ടിരുന്നു. നായി നിർമ്മിച്ച 12 കപ്പലുകളാണ് അൽജസിറാസ് ക്ലാസിൽ ഉൾപ്പെടുന്നത്. 2020-ൽ ഡെലിവറി ചെയ്തപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായിരുന്നു അവ. ഗുൽസുൻ ക്ലാസ് പോലെ അൽജസിറാസ് കപ്പലിലും വ്യത്യസ്ത ശേഷിയുള്ള 2 ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നു. ഹം ഓസ്ലോ നയിക്കുന്നതും ചിലപ്പോൾ ഓസ്ലോ ക്ലാസ് എന്ന് ഉപവർഗീകരിക്കപ്പെടുന്നതുമായ നിർമ്മിച്ച 5 കപ്പലുകൾക്ക് 400 മീറ്റർ 1312 അടി നീളവും 61.5 മീറ്റർ 202 അടി വീതിയുമുണ്ട്. 2,32,311 ഗ്രോസ് ടൺ ഭാരവും പരമാവധി 23,820 ശേഷിയുമുണ്ട്. നമ്പർ 7 അൽജസിറാസ് ക്ലാസിലെ രണ്ടാമത്തെയും വലുതുമായ ഗ്രൂപ്പ് ഇപ്പോൾ ഹാൻവ ഓഷ്യൻ എന്നറിയപ്പെടുന്ന ഡേവു നിർമ്മിച്ചവയാണ്. 2020-ൽ വിതരണം ചെയ്തു. ഈ ഗ്രൂപ്പിൽ ഫ്ളാഗ്ഷിപ്പ് ഹം അൽജസിറാസും മറ്റ് 6 സഹോദര കപ്പലുകളും ഉൾപ്പെടുന്നു. ഓൾസോ ക്ലാസിനൊപ്പം ഏഷ്യക്കും യൂറോപ്പിനും ഇടയിലുള്ള റൂട്ടുകളിൽ അൾജീരിക്കാസ് ക്ലാസ് വിന്യസിച്ചിട്ടുണ്ട്. നിർമ്മിത എതിരാളികളെപ്പോലെ ഡേവു നിർമ്മിത കപ്പലുകളും 400 മീറ്റർ 1312 അടി നീളം കാണിക്കുന്നു, പക്ഷേ 61 മീറ്റർ 200 അടി ബീമുണ്ട്. ഈ കപ്പലുകളുടെ ഭാരം 2,28,283 ഗ്രോസ് ടൺ ആണ്. പരമാവധി ശേഷി 23,964 ആണ്. നമ്പർ 6 എവർഗ്രീൻ എ ക്ലാസ് എവർ-എ-യിൽ 13 കപ്പലുകൾ ഉൾപ്പെടുന്നു. 11 എണ്ണം പ്രവർത്തനത്തിലുമാണ്, 2 എണ്ണം നിർമ്മാണത്തിലാണ്. തായ്വാൻ ആസ്ഥാനമായുള്ള എവർഗ്രീൻ മറൈൻ കോർപ്പറേഷൻ എവർഗ്രീൻ പ്രവർത്തിപ്പിക്കുന്നു. വീണ്ടും ഈ ക്ലാസ് 3 വ്യത്യസ്ത കപ്പൽശാലകളിലായി നിർമ്മിച്ച വ്യത്യസ്ത പരമാവധി ശേഷിയുള്ള 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. നിർമ്മിച്ച 6 എവർ-എ കപ്പലുകൾക്ക് 400 മീറ്റർ 1312 അടി നീളവും 61.5 മീറ്റർ 202 അടി വീതിയും 2,35,579 ഗ്രോസ് ടണ്ണുമുണ്ട്. 2021-ൽ വിതരണം ചെയ്ത നിർമ്മിത കപ്പലുകൾക്ക് പരമാവധി 23,992 ശേഷിയുണ്ട്. അവയുടെ എതിരാളികളേക്കാൾ അല്പം ചെറുതാണ്. 4 എണ്ണം എവർഗ്രീൻ അനുബന്ധ സ്ഥാപനമായ ഗ്രീൻകോമ്പസ് മറൈനും മറ്റ് 2 എണ്ണം എവർഗ്രീനുമാണ് പ്രവർത്തിപ്പിക്കുന്നത്. നമ്പർ 5 നിലവിൽ പ്രവർത്തനത്തിലുള്ള ശേഷിക്കുന്ന 5 എവർ-എ ക്ലാസ് കപ്പലുകൾ ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ CSSC നിർമ്മിച്ച് 2022-ൽ വിതരണം ചെയ്തു. 2 കപ്പലുകൾ ഗ്രീൻകോമ്പസ് മറൈനിലെ കപ്പലുകളുടെ ഭാഗമാണ്. ബാക്കിയുള്ള 3 എണ്ണം എവർഗ്രീൻ പ്രവർത്തിപ്പിക്കുന്നു. അവർക്ക് CSSCയിൽ നിന്ന് ഓർഡർ ചെയ്ത മറ്റ് 2 കപ്പലുകളുണ്ട്. നിർമ്മിത കപ്പലുകളെപ്പോലെ ഈ കപ്പലുകളും 400 മീറ്റർ 1312 അടി നീളവും 61.5 മീറ്റർ 202 അടി വീതിയും 2,35,579 മൊത്തം ടൺ അളക്കുന്നു, പക്ഷേ 24,004 എന്ന വലിയ ശേഷിയുണ്ട്. നമ്പർ 4 ചിലപ്പോൾ ഹുഡോൺ ക്ലാസ് എന്നറിയപ്പെടുന്ന ടെസ്സ ക്ലാസ് MSC ആണ് പ്രവർത്തിപ്പിക്കുന്നത്. ഫ്ളാഗ്ഷിപ്പ് MSC ടെസ്സ നയിക്കുന്ന 8 കപ്പലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. CSSC നിർമ്മിച്ച ഈ കപ്പലുകൾ എവർ-എ ക്ലാസ് കപ്പലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 8 കപ്പലുകൾ 2023-ൽ എത്തിച്ചു, 2 എണ്ണം ഇപ്പോഴും നിർമ്മാണത്തിലാണ്. ടെസ്സ ക്ലാസ് കപ്പലുകൾ യൂറോപ്പിനും കിഴക്കൻ ഏഷ്യക്കും ഇടയിൽ ചരക്ക് കൊണ്ടുപോകുന്നു.
ടെസ്സർ ക്ലാസ് കപ്പലുകൾക്ക് 400 മീറ്റർ 1312 അടി നീളവും 61.5 മീറ്റർ 202 അടി വീതിയും 2,30,757 മൊത്തം ടണ്ണുമുണ്ട്. എന്നാൽ അവ അടിസ്ഥാനമാക്കിയുള്ള എവർ എ ക്ലാസ് കപ്പലുകളേക്കാൾ വലിയ ശേഷിയുണ്ട്. പരമാവധി ശേഷി 24,116 TEU ആണ്. നമ്പർ 3 വൺ ഐ ക്ലാസ് സിംഗപ്പൂർ ഷിപ്പിംഗ് കമ്പനിയായ വൺ ദീർഘകാല ചാർട്ടറുകളിൽ ഉപയോഗിക്കുന്ന ULCS കപ്പലുകളാണ്. 6 യൂണിറ്റ് സീരീസ് 2020 കമ്മീഷൻ ചെയ്യുകയും 2023 വിതരണം ചെയ്യുകയും ചെയ്തു. തുടക്കത്തിൽ ഫ്ലാഗ്ഷിപ്പ് വൺ ഇന്നൊവേഷൻ ഐ ക്ലാസ് കപ്പലുകൾക്ക് 400 മീറ്റർ 1312 അടി നീളവും 61.4 മീറ്റർ 201 അടി വീതിയും 2,35,311 ഗ്രോസ് ടൺ ഭാരവുമുണ്ട്. പരമാവധി 24,136 ശേഷിയുമുണ്ട്. യൂറോപ്പിനും കിഴക്കൻ ഏഷ്യയ്ക്കും ഇടയിലുള്ള ലൈനർ സർവീസുകളിൽ വൺ ഇന്ത്യ ഐ ക്ലാസ് കപ്പലുകൾ നിലവിൽ ഉപയോഗിക്കുന്നു. നമ്പർ 2 ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഓറിയന്റ് ഓവർസീസ് കണ്ടെയ്നർ ലൈനിനായി OOCL നിർമ്മിച്ച കണ്ടെയ്നർ കപ്പലുകളുടെ ഒരു പരമ്പരയാണ് ജി ക്ലാസ്. ചൈനയുടെ കോസ്കോ ഷിപ്പ്യാർഡ് ഗ്രൂപ്പ് നിർമ്മിച്ച ഏറ്റവും പുതിയ കൂട്ടായ്മ OOCL സ്പെയിനിന്റെ നേതൃത്വത്തിലാണ്. 2023 6 കപ്പലുകൾ എത്തിച്ചു. നിലവിൽ 6 എണ്ണം നിർമ്മാണത്തിലാണ്. പുതിയ ജി ക്ലാസ് കപ്പലുകൾക്ക് 400 മീറ്റർ 1312 അടി നീളവും 61.3 മീറ്റർ 201 അടി വീതിയും 2,35,341 ഗ്രോസ് ടണ്ണുമുണ്ട്. പരമാവധി 24,188 ശേഷിയുണ്ട്. OOCL നിലവിൽ യൂറോപ്പിനും കിഴക്കൻ ഏഷ്യയ്ക്കും ഇടയിൽ ജി ക്ലാസ് കപ്പലുകൾ ഉപയോഗിക്കുന്നു. നമ്പർ 1 ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളുടെ വിഭാഗമാണ് ഐറിന ക്ലാസ്. മുൻനിര കമ്പനിയായ MSC ഐറിന നയിക്കുന്ന യൂറോപ്പിനും കിഴക്കൻ ഏഷ്യയ്ക്കും ഇടയിൽ MSC നിലവിൽ 4 കപ്പലുകൾ പ്രവർത്തിപ്പിക്കുന്നു. ചൈനയുടെ യാങ്സിജിയാങ് ഷിപ്പ് ബിൽഡിംഗ് ഗ്രൂപ്പിന്റെ നിർമ്മാണത്തിലാണ് മറ്റ് 2 എണ്ണം. 2023 വിതരണം ചെയ്ത പ്രാരംഭ ഐറിന ക്ലാസ് കപ്പലുകൾക്ക് 400 മീറ്റർ 1312 അടി നീളവും 61.3 മീറ്റർ 201 അടി വീതിയും 2,33,328 മൊത്തം ടണ്ണും ഭാരവുമുണ്ട്. പരമാവധി ശേഷി 24,346 TEU ആണ്.